പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായിത്തീർന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വന്നോ? ഇല്ലല്ലോ, വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഇന്ന് നമുക്ക് കുർബാന കുമ്പസാരം കഴിഞ്ഞിട്ടാകാം അല്ലേ? വൈകുന്നേരം, അതായത് കുമ്പസാരം നമുക്ക് 3 മണിക്ക് തുടങ്ങുന്നു. ചിലപ്പോൾ 4-4:30 വരെ കുമ്പസാരം പോകുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചായ എല്ലാം കുടിക്കണവർ ചായ കുടിക്കുന്നു, കുമ്പസാരിക്കണവർ കുമ്പസാരിക്കണു, കുളിക്കണവർ കുളിക്കണു. 5 മണി കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് 5:30 കുർബാന. ഓക്കെ, അങ്ങനെയാകാം. നാളെ രാവിലെ റാസ കുർബാനയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ ആ റാസ കുർബാനയെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രൊഡക്ഷനൊക്കെ തന്ന് നമുക്കങ്ങ് ഭയങ്കര ആഘോഷമായിട്ട് നാളെ ആ റാസ കുർബാനയിൽ ആണ് നിങ്ങൾക്ക് ഭയങ്കര ഒരു വലിയ സ്വർഗ അനുഭവമായിരിക്കും. സ്വർഗം ശരിക്കും ഇവിടെ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നാളെ രാവിലെ 6-6:15 കേട്ടോ, 6:15. അപ്പോൾ നാളെ നമുക്ക് ഇച്ചിരി 5:45 വന്നാലോ? 5:45 വന്ന് നമ്മുടെ പ്രഭാത പ്രാർത്ഥന തുടങ്ങാം. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുർബാന. അപ്പോൾ 5:45 എല്ലാവരും നേരെ പള്ളിയിൽ വന്നാൽ മതി. പുസ്തകങ്ങളൊക്കെ ആയിട്ട് പള്ളിയിൽ തന്നെ നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് തുടർന്ന് കുർബാന, റാസ കുർബാന. ഓൾ റൈറ്റ്, ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി സ്തുതിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്നുകൂടി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണമേ. ഈ ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നമ്മൾ ഇന്ന് രാവിലെ നടത്തിയ എക്സർസൈസ് വളരെ പ്രയോജനകരമായി തോന്നുന്നു. ഈ ദൈവിക രഹസ്യം മനസ്സിലാക്കുന്നതിനാണ് വെളിപാട് വരങ്ങൾ, ദർശന വരങ്ങൾ എന്ന് പറയണത്. ദർശനം വരം എന്ന് പറയുന്നത് റെവലേഷൻ ഗിഫ്റ്റ്സാണ്. റെവലേഷൻ ഗിഫ്റ്റ്സ്. റെവലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകളാണ്. അതുകൊണ്ടാണ് എഫെസോസ് 1:17 പറയുന്നത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം എന്താ? എഫെസോസ് 2:4. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടി നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അവിടുന്ന് യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമേയമായ കൃപാസമൃദ്ധിയെ വ്യക്തമാക്കാനാണ് ഇപ്രകാരം ചെയ്തത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിലഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഞാൻ പണ്ട് ഒരിക്കൽ ആദ്യകാലങ്ങളിൽ ബോംബെയിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് കേരളത്തിൽ വന്ന് ധ്യാനിപ്പിച്ച് പോകാറ്. അപ്പോൾ അവിടെ ചെന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും കേരളത്തിൽ നിന്ന് ധ്യാനം കഴിഞ്ഞ ആളുകളുടെ എഴുത്തുകളൊക്കെ കുറേ വരും. അപ്പോൾ അതിനകത്ത് ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ്, എൻ്റെ ബ്രദറെ, ഈ ലേഖന ഭാഗം പിള്ളേരല്ലേ പള്ളിയിൽ വായിക്കണേ, അത് കാരണം അത് പിള്ളേർക്കുള്ളതാണെന്ന് വിചാരിച്ച് ഞാനത് ശ്രദ്ധിക്കാറുണ്ടായില്ല.
ഇപ്പോഴല്ലേ മനസ്സിലാക്കുമ്പോൾ ദൈവമേ ഇത് പിള്ളേർക്കുള്ളതുമല്ല, ഇത് വലിയ ആളുകൾ പോലും വായിച്ചിട്ട് മനസ്സിലാകണില്ല. ഇപ്പോൾ ബ്രദർ പറഞ്ഞപ്പോഴല്ലേ ഇത് മനസ്സിലാകണത്. ഈ ലേഖന ഭാഗത്താണ് രക്ഷാകര പദ്ധതിയുടെ വിസ്മയനീയമായ കാര്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത്. ഇപ്പം കേട്ടോ, ഇത് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമല്ല. എന്ന് വായിച്ചത് കൃപയാലാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഒന്നെല്ലാവരും പറഞ്ഞ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. ഇപ്പൊ ഇത് വേറൊരു പ്രത്യേകത ഉള്ളത്, ഇതാരാണ് ഈ ലേഖനമെല്ലാം എഴുതിയിരിക്കുന്നത്? ഒരു ഫരിസേയൻ അല്ലെങ്കിൽ ഫരിസേയനായിരുന്ന പൗലോസ്. എവിടെ പോയി? ശൗലെന്നായൂതൻ നിയമം ചാർത്തും ഇലകളാലന്ധൻ മിശിഹ. വേണ്ട, ഇവർക്കെല്ലാം അറിയാം, കുഴപ്പമില്ല. ഇപ്പം ജെസ്സിനെ വിളിക്കണ്ട. ഒന്നുകൂടി പാടിയേ. ശൗലെന്നായൂതൻ നിയമം ചാർത്തും തിരശീലകളാലന്ധൻ മിശിഹ അവനിൽ തൻ നിയമത്താൽ കാഴ്ച പകർ. ഇത് നമ്മുടെ കുർബാനയിലുള്ള പാട്ടാണ് അല്ലേ? അതെ, അങ്ങനെ ഒരു പാട്ട് നമ്മുടെ കുർബാനയിലുണ്ടാ. എന്തിനു പറയണു? ഇത് ഇപ്പോൾ ഒരച്ഛൻ എളിമ കൊണ്ട് പറഞ്ഞതാ. ഒരച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് വന്നിട്ട് പറയാണ്, അച്ഛൻ പറയാണ്, അച്ഛൻ്റെ പേര് പറയണില്ല, അച്ഛൻ പറയാണ്, ഞാൻ ഈ റാസക്കുർബാന ഇഷ്ടംപോലെ ചെല്ലാറുള്ളതാ, പക്ഷെ ഇപ്പോഴാണ് ഈ പാട്ടിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. എന്താണ് അവിടെ പറയുന്നത്? അല്ലല്ല, അതിനു മുമ്പത്തെ നിഴലാം നിയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹാ തന്നുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഈഷ്ണൻ ശൗലനയ നാഥൻ പരിചിൽ നേടി തിരുസഭ തന്നിൽ അപ്പോൾ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന 1-2 പോയിന്റ് ഭയങ്കര രസമാണ്. ഒരു ബയോഗ്രഫിക്കലായിട്ടാണ് ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ 5 മുതലുള്ള വചനം കണ്ടോ. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ, ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീക്ഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുൻപിൽ കുറ്റമില്ലാത്തവൻ. എന്ന് പറഞ്ഞാൽ അക്ഷരം പ്രതി 10 പ്രമാണങ്ങളും പാലിച്ചു. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല എന്റെ കർത്താവായ. അതാണ് എൻ്റെ. അവിടെ വന്നപ്പോഴേക്കും ഒരു എക്സ്പ്രഷൻ മാറിയുണ്ടോ? ആ എൻ്റെ എന്ന് പറയുന്നുണ്ടല്ലോ, ആ സ്നേഹത്തിൻ്റെയും ഇൻറ്റിമസിയുടെയും ഒരു വലിയ ശബ്ദമല്ലേ, എൻ്റെ കർത്താവായ. ഏതൊരു ഫരിസേയൻ പറയാണ്. ഇദ്ദേഹം അങ്ങനെ പറയുമായിരുന്നോ പണ്ട്? എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം.
കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ നൈമിഷികം പോലെ കരുതുകയുമാണ്. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇതെന്തിനാണ്? ക്രിസ്തുവിനെ നേടുക. എന്ത് വേണം നിങ്ങൾക്ക്? 10 പ്രമാണങ്ങൾ നേടണോ? ക്രിസ്തുവിനെ നേടണോ? വെയ് രാജാ വെയ്. 1 വെച്ച 10 പ്രമാണങ്ങൾ നേടണോ? ക്രിസ്തുവിനെ നേടണോ? അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്നതിൻ്റെ വേറൊരു ഇംഗ്ലീഷിൽ ഇങ്ങനെ ഞാനത് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നോയിങ് ക്രൈസ്റ്റ്, ഗെയിനിങ് ക്രൈസ്റ്റ്, ടു ബി വൺ വിത്ത് ക്രൈസ്റ്റ്. കണ്ടോ, ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. അതാണ് ടു നോ ക്രൈസ്റ്റ്. എന്തിനാണ് നോയിങ് ക്രൈസ്റ്റ്? ക്രിസ്തുവിനെ നേടുന്നതിനും. ഒന്ന് പറഞ്ഞ എല്ലാവരും, ക്രിസ്തുവിനെ നേടുന്നത്. അത് ഭയങ്കര ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയല്ലേ? ക്രിസ്തുവിനെ നേടുന്നതിനും അവനോട് കൂടെ ഒന്നായി ടു ബി വൺ വിത്ത് ക്രൈസ്റ്റ് കാണപ്പെടുന്നതിന് വേണ്ടി. അപ്പൊ അവനോട് കൂടെ ഒന്നായി കഴിഞ്ഞാൽ നമ്മളും ക്രിസ്തു ഒന്നായി. പിന്നെ നിയമം എവിടെ ഇരിക്കണം? നിങ്ങൾക്ക് സംശയമായി, ഇതെന്താണ് ഈ തോമസ് പോൾ പറഞ്ഞു പറയണേ? 10 കൽപ്പനകളൊന്നും വേണ്ടെന്നാണോ? വീണ്ടും പറയാണ്, 10 കൽപ്പനകൾ വേണം. പക്ഷേ 10 കൽപ്പനകളുടെ ലക്ഷ്യമെന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നീ സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ ആ സ്നേഹത്തിൽ ഒന്നായി കഴിയുമ്പോൾ കൽപ്പനകളെക്കാൾ വലുതായോ നമ്മൾ? കൽപ്പനകളെക്കാൾ വലുതായി. ഓക്കെ, ഇതിങ്ങനെ കുറേശ്ശെ ഞാനിങ്ങനെ നീങ്ങും. സാവധാനം നിങ്ങൾക്ക് സംശയമൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ പൗലോസ്ലീഹയുടെ ആ ഫിലിപ്പിയർ ലേഖനത്തിൻ്റെ പ്രധാന വശമാണ് ഇനി അടുത്ത് പറയാനുള്ളത്. കേട്ടോട്ടോ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന. കണ്ടോ, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞത്. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന. തുറന്നു വായിക്കട്ടെ. നീതിയല്ല ഉള്ളത്. എന്നാണത്? 3:9. 3:9 അല്ലേ? 3:9. ഒന്ന് തുറന്ന് വായിച്ച്. ഇതെല്ലാം വായിക്കണം നിങ്ങൾ. കാരണം അത് വായിക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ വായിച്ച് അടിവരയിട്ട് അതിൻ്റെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ കുറിപ്പ് തോന്നണ മാതിരിയൊക്കെ കുറിച്ചൊക്കെ വെച്ചാലേ അത് ശരിക്കും പതിയുള്ളൂ. ഇനി എല്ലാവരും ബൈബിൾ തുറന്ന് ഫിലിപ്പിയർ 3:9 വായിച്ചോളൂ. എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതിയല്ല ഉള്ളത്. പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതിയാണ്. അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി. അത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. ഇപ്പൊ പെട്ടെന്ന് പറയുകയാണെങ്കിലേ, ഇപ്പൊ ഫരിസേയനായിരുന്നപ്പോൾ 10 നിയമം കൃത്യമായിട്ട് പാലിച്ചാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് ശ്രദ്ധിക്കണം. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, ഒന്ന് കൈവീശി കാണിച്ചേ. ഇപ്പം പൗലോസിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണ്. 10 പ്രമാണവും കണിശമായി പാലിച്ചാൽ നീതീകരിക്കപ്പെടും എന്നതായിരുന്നു ഫരിസേയരുടെ വിശ്വാസവും. അങ്ങനെ വിശ്വസിക്കുമ്പോൾ ഈ അവസാനം പറഞ്ഞ കേട്ടോ, ഇത് ക്രിസ്തുവിനുമായിട്ട് ഒന്നാകാൻ, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കാനും ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കാളിയാകാനും. അപ്പോൾ ഇത് 3 അവർക്ക് കിട്ടുന്നുണ്ടോ? ഇത് 10 കൽപ്പനകൾ കണിശമായിട്ട് പിടിച്ചാൽ നീതീകരിക്കപ്പെട്ടു, വിശദീകരിക്കപ്പെട്ടു എന്ന് അവർ ചിന്തിക്കുമ്പോൾ ക്രിസ്തുവുമായിട്ട് അവർക്ക് വല്ല ബന്ധമുണ്ടോ? പറഞ്ഞു മനസ്സിലായോ? അവർക്കപ്പോൾ ക്രിസ്തു വേണ്ട.
ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും വേണ്ട, ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും വേണ്ട. അങ്ങനെ ഒരു അവസ്ഥയായി പോകുന്നു. അതാണ് നിയമത്തെ മുറുക്കെ പിടിക്കുമ്പോൾ വാസ്തവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിയമത്തിലൂടെ അല്ലാതെ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ഈ നീതി ലഭിക്കാനുള്ള പുതിയ വഴിയാണ് പുതിയ ഉടമ്പടി. നിയമത്തിലൂടെ അല്ലാതെ. ഓട്ടോമാറ്റിക്കലി ആ വചനത്തിലേക്ക് വന്നു നമ്മൾ. പ്രൈസ് ദ ലോർഡ്. ഇത് സാധാരണ ഇതും കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് വരണേ. അപ്പോൾ നിങ്ങളിപ്പോൾ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പോൾ ഈ ധ്യാനം യൂട്യൂബിൽ ഇപ്പോൾ ഓൾറെഡി കേട്ടുകൊണ്ടിരിക്കുന്നവർ ഭയങ്കര അപ്രീസിയേഷനാണ്. അവർ പറയാൻ, ബ്രദറെ ഇത്രയും നാളത്തെ ധ്യാനത്തിൽ ഏറ്റവും വലിയ ധ്യാനം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വളരെ ആഗ്രഹത്തിലാണ്. കാരണം ഈ റോമർ 5 ചിലയിടത്തൊന്നും എനിക്ക് പറയാനേ പറ്റിയിട്ടില്ല. ചിലയിടത്ത് അവസാന ദിവസം പറയാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇന്ന് നമുക്കിത് വന്നേക്കണം. നമ്മൾ റോമർ 4 വന്നേക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഒരു ലെവലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് ദൈവനീതിയെക്കുറിച്ച് നമ്മളിനി വെളിപ്പാടിലേക്ക് പോവുകയാണ്. ഇപ്പോഴേ ഈ വചനത്തോടുകൂടി എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് കേട്ടോ. നിയമത്തിലൂടെ അല്ലാതെ ഈ നീതി വെളിപ്പെട്ടിരിക്കുന്നു. റോമർ 3:21. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി. വരട്ടെ അവരെടുക്കട്ടെ. നമുക്ക് 20 മുതൽ വായിക്കുകയാണ് നല്ലത്. എല്ലാവരും ബൈബിൾ തുറക്കൂ. റോമാക്കാർക്ക് ഇത് ലേഖനം 3-ാം അധ്യായം 20 മുതലുള്ള വചനം വായിക്കാം. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. സാവധാനം എല്ലാവരും ഒന്ന് സ്വന്തം ബൈബിളിൽ നോക്കി ഉച്ചത്തിലൊന്ന് വായിച്ചേ. നിയമം വഴി ഒരുവനും നീതീകരിക്കപ്പെടുന്നില്ല. നിയമം വഴി പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയോ. 10 കൽപ്പനകൾ നമുക്ക് ദൈവം തന്നത് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ 10 കൽപ്പന വരുന്നതിന് മുമ്പും ഈ പാപമുണ്ടായിരുന്നോ ഇല്ലയോ? പാപമുണ്ടായിരുന്നു. ഒരു നാച്ചുറൽ ലോ ഉണ്ട് ഇതിൽ. ഒരു നാച്ചുറൽ ലോ. വ്യഭിചാരം ചെയ്യരുതെന്നുള്ളതൊരു നാച്ചുറൽ ലോ ആണ്. ഈ നിയമം ഒന്നും അറിയാത്ത ഹിന്ദുക്കളും സാധാരണ ആൾക്കാരും അവർക്ക് അറിഞ്ഞൂടെ വ്യഭിചാരം ചെയ്യരുതെന്ന്? ആണോ അല്ലയോ? മോഷ്ടിക്കരുതെന്ന് അവർക്ക് അറിഞ്ഞൂടെ? ഈ നിയമം ഉണ്ടായിട്ട് വേണോ അത് മനസ്സിലാക്കാൻ? അപ്പോൾ ഈ നിയമം മോശ വഴി ഒരു കൽഭലകകളിൽ എഴുതപ്പെടുന്നതിന് മുമ്പ് തന്നെ എല്ലാ മനുഷ്യരുടെയും രക്തത്തിൽ ഇതുണ്ട്. അതാണ് നാച്ചുറൽ ലോ. നമ്മളിൽ ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു ലീഗലായിട്ട് വന്നിരിക്കുകയാണ്. അത് എഴുതിയിരിക്കുകയാണ് ഇപ്പോൾ ഈ നിയമം. അപ്പോൾ എന്തിനാണത് എഴുതിയത്? അതെഴുതിയത് പാപം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്താണ് പാപം? കൽപ്പനകളുടെ ലംഘനമാണ് പാപം. നിയമം വാസ്തവത്തിൽ പാപം വാസ്തവത്തിൽ കൽപ്പനകൾ വരുന്നതിന് മുമ്പേ തന്നെ പാപം ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യനെ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള രക്ഷാകര പദ്ധതിയുടെ ആദ്യ ഭാഗമാണ് ഈ നിയമം വന്നത്. കാറ്റഗിസത്തിൽ 1964 എന്ന് വായിച്ചേ. 1964. ഓക്കെ. അവിടെ പറയുന്നത് ഇതാണ്. ഈ പഴയ നിയമം
പഴയ നിയമം സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു തരം ഒരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് ഈ പഴയ നിയമം. 1965 ആരുടെയെങ്കിലും പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം ലോകത്തിൽ സ്വാഭാവികമായും ആവിഷ്കൃതവുമായ ദൈവിക നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്. അത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യേകമാം വിധം മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതമായിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെയും പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിലൂടെ സ്നേഹത്തിൻ്റെ നിയമം ആന്തരികമായി തീരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനവുമായും യൂദാ ഭവനവുമായും ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സുകളിൽ നിക്ഷേപിക്കും, അവയെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇനി ഒരു പ്രാവശ്യം പിന്നീടും വായിക്കേണ്ടി വന്നേക്കും ഇത്. അപ്പോൾ വീണ്ടും റോമർ 3:20 വരിക. നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു എന്നേ ഉള്ളൂ. സമാധാനമാണല്ലോ. സംശയമുണ്ടോ? നിയമത്തിലൂടെ പാപത്തെക്കുറിച്ച് ഇന്നതാണ് പാപം എന്നുള്ള ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് വന്നു. പക്ഷേ നിയമം അറിഞ്ഞതുകൊണ്ട് പാപത്തിൽ നിന്ന് മോചനമൊന്നും ഉണ്ടാവില്ല. പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകണമെങ്കിൽ ഇപ്പം പെട്ടെന്നൊരു വേറൊരു യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതാണ് ഈ ഓടിപ്പടഞ്ഞ് പറയരുത്, ഒന്ന് ചിന്തിച്ചിട്ട് പറയും. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഏത് ഭാഷയിൽ നിന്നാണ് അതിൻ്റെ ഒറിജിൻ? അതൊരു ഹീബ്രു ഭാഷയാണ്. ആ ഹീബ്രു ഭാഷയിൽ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷകൻ എന്ന് അല്ല. എന്താ അർത്ഥം? ആരെങ്കിലും ആരാ പറഞ്ഞേ? ദൈവം രക്ഷിക്കുന്നു എന്നാണ്. വെരി ഗുഡ്. ഒന്ന് കൈയടിച്ചോ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ഉച്ചത്തിൽ പറഞ്ഞേ. ദൈവം രക്ഷിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ. ദൈവം രക്ഷിക്കുന്നു. യേശു ദൈവം രക്ഷിക്കുന്നു. ഞാൻ യേശു എന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ നിങ്ങൾ ദൈവം രക്ഷിക്കുന്നു എന്ന് പറയണം. ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ യേശു എന്ന് പറയണം. ഓക്കെ? യേശു ദൈവം രക്ഷിക്കുന്നു. അതാണ്. നമ്മൾ ചില പിള്ളേരോ അല്ലെങ്കിൽ ആരെങ്കിലും കള്ളും കുടിച്ച് വരണം കാണുമ്പോൾ യേശുവേ എന്ന് തലക്കടിച്ച് പറയായിരിക്കും. എൻ്റെ യേശുവേ എന്താടാ നീ ചെയ്തത് എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കണം നിന്നെ, അല്ലാണ്ട് നിന്റെ കള്ളുകൂടിയൊന്നും മാറില്ല എന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നത്. ശരിയാണോ? നല്ല പ്രാർത്ഥനയത്. യേശുവേ എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷിക്കണം എന്നർത്ഥം. അതുകൊണ്ടാണ് അവൻ്റെ നാമം, അത് സ്വർഗീയമായ അരുളപ്പാടിലൂടെയാണത്. അവരാരും മാനുഷികമായി തീരുമാനിച്ചതൊന്നുമല്ല. ദൈവം തന്നെ സ്വർഗത്തിൽ നിന്ന് മാലാഖേന അയച്ചുകൊണ്ട് മറിയത്തിനോട് പറയാണ്, അവനെ നീ യേശു എന്ന് പേരിടണം. ഔസേപ്പിനോടും പറയാണ്, അവനെ നീ യേശു എന്ന് പേരിടണം. എന്തുകൊണ്ടെന്നാൽ അവൻ തൻ്റെ ജനങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കും. അല്ലോ, അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവരുടെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലൂടെ അല്ല, യേശു. എന്താ യേശുവിൻ്റെ അർത്ഥം? ദൈവം രക്ഷിക്കുന്നു. ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇത് നമ്മുടെ ഉള്ളിൽ കൃത്യമായിട്ട് പതിയണം. ദൈവം രക്ഷിക്കുന്നു. അപ്പോൾ ആ ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ധ്വനി എന്താ? മനുഷ്യന് ഇത് അസാധ്യമാണ്.
ഈ അർത്ഥത്തിലാണ് ഈശോ പറഞ്ഞത് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മൾ ആ വചനവും പറഞ്ഞുകൊണ്ട് സകല കാര്യത്തിനും പ്രാർത്ഥിക്കുകയാണ്. 5 ലക്ഷത്തിൻ്റെ കടബാധ്യത മാറാൻ ഈ വചനം വെച്ചങ്ങ് പ്രാർത്ഥിച്ചോ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ചിലപ്പോൾ ശരിയായേക്കും. കുറേ കരയുമ്പോൾ കർത്താവ് തരും കരച്ചിൽ നിർത്താൻ. പക്ഷേ ആ വചനത്തിനെ കർത്താവ് പറഞ്ഞ വചനം എന്തുദ്ദേശത്തിലാണ്? മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യനല്ല, ദൈവമാണ്. ദൈവമാണ് അവൻ്റെ പാപത്തിൽ നിന്ന് ദൈവം തന്നെ പരിഹാരം ചെയ്ത് ദൈവം തന്നെ വിമോചിപ്പിക്കുന്ന വലിയ ഒരു രക്ഷാകര പദ്ധതിയാണത്. മനുഷ്യന് ഇത് സാധ്യമല്ല. ഇപ്പം ആ ഒരു ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നു. ലൂക്ക 18 നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ ചോദ്യം തന്നെ തെറ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. ഫാരിസിയാണ് എന്നുള്ളത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ വേണ്ട മാതിരി പ്രവർത്തിച്ചാൽ എനിക്ക് നിത്യജീവൻ കിട്ടുമെന്നല്ലേ അവൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇത് മലയാളത്തിൽ ചില വാക്കുകൾ അതിൻ്റെ എക്സ്പ്രഷനും കംപ്ലീറ്റ് അല്ല. ഈശോ പറഞ്ഞു, നിനക്കറിയാലോ നീ പ്രമാണങ്ങളൊക്കെ പാലിച്ചാൽ നിത്യജീവൻ കിട്ടൂലേ? അതൊക്കെ ഞാൻ ചെറുപ്പം പോലെ പാലിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ അവന് കിട്ടാതെ? നിനക്ക് ഒരു ചെറിയ കുറവുണ്ട്. അപ്പം അവൻ വിചാരിച്ചു എന്നാൽ അത് വേഗം അങ്ങോട്ട് പറഞ്ഞാൽ അതും കൂടി ഞാൻ പാലിച്ചാൽ പിന്നെ എനിക്ക് നിത്യജീവൻ കിട്ടുമല്ലോ. ഒരു ചെറിയ കുറവ്. എന്താണത്? നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ഒരു കന്യാസ്ത്രീയുടെ മാതിരി ആകണം എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതുണ്ടോ? ഇല്ല. അർത്ഥത്തിലാണ് പറഞ്ഞത്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എൻ്റെ പുറകെ വരും. എല്ലാമോ? എല്ലാം. ഓ ബൈ ബൈ, പിന്നെ കാണാം. ഒരു ചെറിയ കുറവാണ്. കൽപ്പനകളെല്ലാം പാലിക്കുന്ന ആളായിരുന്നല്ലോ, എന്നിട്ട് അവന് നിത്യജീവൻ കിട്ടിയോ? അപ്പോൾ കൽപ്പനയുടെ പാലനം കൊണ്ടല്ല നിത്യജീവൻ കിട്ടുന്നത്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താകുന്നു? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. അറിയുക എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, നമ്മൾ ഇൻ്റലക്ച്വലായിട്ട് അറിയണം. രണ്ട്, നമ്മളുടെ ആ സ്നേഹബന്ധത്തിലൂടെയുള്ള ലയനമാണ്. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ അറിയും എന്ന് പറഞ്ഞാൽ എന്തോരം അറിയും? ഞങ്ങൾ ഒന്നാണ്. അതാണ് ഇൻറ്റിമസി എന്ന് പറയുന്നത്. അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. കൽപ്പനയുടെ പാലനത്തിലൂടെ അല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ഒരു ഉടമ്പടിയിലൂടെയാണത്. സ്നേഹത്തിൻ്റെ ഉടമ്പടി ബന്ധം ഒരിക്കലും അകറ്റാൻ പറ്റാത്തൊരു ബന്ധമാണത്. വരൂ, 3:20 കഴിഞ്ഞു. വീണ്ടും 3:21 പ്രവേശിക്കാം. റോമർ 3:21 എടുത്തു. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെയല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ഇത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നത് ഈ വചനം എങ്ങനെ ഒരു ദിവസം എന്നെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. അത് നിങ്ങളുമായിട്ട് അല്പം ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലുള്ള ഒരു കാർമലൈറ്റ് കോൺടെംപ്ലേറ്റീവ് കോൺവെൻറ്റിൽ 4 കന്യാസ്ത്രീമാരുള്ളൂ. ദേ ആർ കോൺടെംപ്ലേറ്റീവ്സ്. അവർ പുറത്ത് പോകില്ലല്ലോ. അവരെനിക്ക് എഴുതി, നിങ്ങൾ 4 പേരെ ധ്യാനിപ്പിക്കാൻ വരുമോ എന്ന്. അതിൽ നിന്ന് തന്നെ അവരുടെ സ്നേഹവും ആഗ്രഹവും വേദനയും എല്ലാം. കാരണം സാധാരണ ആരും അങ്ങനെ 4 പേരെ ധ്യാനിപ്പിക്കാനൊന്നും പോകില്ല. എല്ലാവരും ഒരു വലിയ ഗ്രൂപ്പൊക്കെ വേണ്ടേ. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വരാം.
എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്യണ ഒരു സഹോദരിയുണ്ട്, അവളും പിന്നെ വേറെ ടീം അംഗങ്ങൾ കൂടി ചെന്നു. 3 ദിവസം താമസിച്ചുള്ള ധ്യാനമാണ്. അപ്പോൾ നമുക്കറിയാം ഇതേമാതിരി ഗ്രില്ലാണ്, ഗ്രില്ല്. ആ ഗ്രില്ലിൻ്റെ അപ്പുറത്ത് അവർ, അതിൻ്റെ ഇപ്പുറത്ത് ഞാനും ഇരുന്ന് ധ്യാനിപ്പിക്കുന്നു. മനസ്സിലായല്ലോ മിണ്ടാമഠത്തിൻ്റെ അവസ്ഥ. ഈ വചനം വന്നപ്പോഴേ, ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ നിയമത്തിലൂടെ അല്ലാതെ ദൈവനീതി വെളിപ്പെട്ടിരിക്കുന്നു എന്നും ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യണ പെങ്കൊച്ച് അവൾ ട്രാൻസ്ലേറ്റ് ചെയ്യണില്ല. അത് ഞാൻ പറഞ്ഞു, സ്പീക്ക്, എന്തീ പറയണേ? നിയമത്തിലൂടെ അല്ലാതെ എന്നോ? നിയമത്തിലൂടെ അല്ലാതെ എങ്ങനെയാണ് സാധിക്കണേ? അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവളൊരു നമ്പർ 1 ഫരിസേയാണെന്നുള്ളത്. ഫരിസേയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കറക്റ്റ് നിയമം മാത്രം പാലിക്കുന്ന ക്രിസ്ത്യാനികൾ. അപ്പോൾ എന്നെയും അത് ഇരുത്തി ചിന്തിപ്പിച്ചു ആ സമയത്ത്. പക്ഷേ പൗലോസ്ലീഹ പറയണതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടല്ലോ. അത് കുറച്ച് സമയം എടുത്തു അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അങ്ങനെ അവിടെ വെച്ചാണ് ഒരു 4 കന്യാസ്ത്രീമാരെ ധ്യാനിപ്പിക്കുന്ന അവിടെ വെച്ചാണ് എനിക്കിതിൻ്റെ ഈ ആഴമായ അർത്ഥം മനസ്സിലായത്. ഒന്ന് അവരുടെ ആ ദാഹമായിരിക്കാം. എന്നിട്ട് ഞാനത് വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തു. പരിശുദ്ധാത്മാവ് എനിക്ക് അന്ന് അങ്ങനെ ഒരു ജ്ഞാനം തന്നു. ഞാനത് ഒരിക്കലും മറക്കില്ല. ആദ്യം ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഒരു പോയിൻ്റ് ഉണ്ട്. യോഹന്നാൻ ഈശോയെ ആദ്യം കണ്ട നിമിഷം, യോഹന്നാന് മറക്കാൻ പറ്റുന്നില്ല വയസ്സായിട്ടും, ഇല്ലേ? അദ്ദേഹം ഇത് എഴുതിയത് 90 വയസ്സിലെ കണ്ടാണ്. പക്ഷെ പറയാണ് അപ്പോൾ 4 മണി സമയമായിരുന്നു. എന്തുകൊണ്ടത് മറക്കുന്നില്ല? അത് അത്രയ്ക്ക് ടച്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് 4 മണി സമയത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. എന്തുകൊണ്ട് യോഹന്നാൻ അത് എഴുതി? അതിനകത്ത് എന്തോ ഒരു വലിയ തിരുവചനം ഉള്ളത്. അപ്പോൾ 4 മണി സമയമായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെല്ലണം. അതായത് യോഹന്നാൻ എന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ കംപ്ലീറ്റ് ഉടച്ചു വാർത്ത് പുതിയ ഒരു സൃഷ്ടിയാക്കി മാറ്റിയത് ആ നിമിഷമാണ്. എന്ന പോലെ ഈ വചനം എൻ്റെ ആത്മാവിലേക്ക് ചൂഴ്ന്നിറങ്ങി ദൈവനീതിയെക്കുറിച്ചുള്ള ഈ വലിയ പ്രബോധനത്തിൻ്റെ ചുരുളഴിഞ്ഞത് ആ 4 കന്യാസ്ത്രീമാരുടെ മുമ്പിൽ വെച്ച്, ആ മിണ്ടാമഠത്തിലെ അവരുടെ ത്യാഗനിർഭരമായ പ്രാർത്ഥനയുടെ എല്ലാം ആഴമായിരിക്കണം. 4 പേരെയും അങ്ങനെ 2 പേരെയൊക്കെ ധ്യാനിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അത് ഈശോന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഈശോ പറയും, വെൽ ഡൺ, കൊള്ളാം, നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് ഞാൻ നിന്നെ വലിയ കാര്യം ഏൽപ്പിക്കും. ഇത് ശരിക്കും എനിക്കൊരു സർട്ടിഫിക്കറ്റ് മാതിരി അത് കഴിയുമ്പോൾ ഇങ്ങനെ ദർശനത്തിൽ കാണിച്ചു തരും. ഒരു ചുരുളുമാതിരി കണ്ടു. തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ് കൊള്ളാം എന്ന് പറഞ്ഞേ. കൊള്ളാം തിരുവചനമാണ് നിങ്ങൾ കേട്ടത്, ആണോ? വെൽ ഡൺ, അത് ജർമ്മൻ ഭാഷയിൽ പറയും ഗുഡ് കെമാക്ട്. ഗുഡ് കെമാക്ട്, അതെനിക്ക് വലിയ ഇഷ്ടമുള്ള വാക്കാണ്. ഗുഡ് കെമാക്ട്, വെൽ ഡൺ. നീ ചെറിയ കാര്യത്തിൽ, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞാനങ്ങ് ഓടിച്ചെല്ലും. കാരണം ഈശോന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യണത്. അത് കഴിയുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ കിട്ടും, വെൽ ഡൺ, നീ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായതുകൊണ്ട് നിന്നെ ഞാൻ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കും. ഓൾ റൈറ്റ്,
ഇനി വീണ്ടും നമുക്ക് ആ 3:21 മുതൽ 25 വരെയുള്ള ഭാഗം സാവധാനം വായിക്കണേ. അത് മനസ്സിലായാൽ നിങ്ങൾ ജയിച്ചു. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. വായിച്ചോളൂ, സാവധാനം വായിക്കണം. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി. എല്ലാവരും ഏറ്റു പറഞ്ഞു വായിക്കാം. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി ഒരു മിനിറ്റ് ഇതൊന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ 75 വയസ്സായ അമ്മ 55 വർഷം ധ്യാനിച്ചത് മുഴുവനും നിയമം വെച്ചുകൊണ്ടാണ്, അല്ലേ? ഈ നിയമം കൃത്യമായിട്ട് പാലിച്ചോ ഇല്ലയോ എന്നാണ് നമ്മൾ ധ്യാനിക്കണം മുഴുവനും. അങ്ങനെയുള്ളവർക്ക് ഇത് സമ്മതിക്കാൻ പറ്റുമോ? അത് നിയമത്തിലൂടെ അല്ലാതെയോ? ആ ഒറ്റ വാക്ക് തന്നെ നമുക്ക് കോൺഫ്ലിക്റ്റ് ആയിട്ട് തോന്നുകയാണ്. നിയമത്തിലൂടെ അല്ലാതെയോ? വിഷമിക്കണ്ട, തുടർന്ന് വരുന്നുണ്ട്. പക്ഷെ അതിനെ സ്വീകരിക്കാൻ പറ്റണം. നിയമത്തിലൂടെ അല്ലാതെയോ? ഒന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു ദൈവനീതി ഉണ്ടോ? സാധാരണ നിയമം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകും. ഇങ്ങനെ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പറയാണ് നിയമത്തിലൂടെ അല്ലാതെയോ. ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട. ഒന്ന് കൈവീശി കാണിച്ച് കേട്ടോ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ്, നിയമത്തിലൂടെ അല്ലാതെ ഈ ദൈവനീതി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. തുറന്ന് വായിക്കാം. ഈ ദൈവനീതി വിശ്വസിക്കുന്ന. കണ്ടോ, നിയമത്തിലൂടെ അല്ലാതെ എന്ന് പറഞ്ഞാൽ പിന്നെ ഏതിലൂടെയാണ്? വിശ്വാസത്തിലൂടെ. വായിച്ചോളൂ. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ഇത് ഉത്ഭവഭാവത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഉത്ഭവഭാവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും പാപം ചെയ്ത്, ഉത്ഭവഭാവത്തിൻ്റെ സമയത്ത് എന്ത് സംഭവിച്ചു? ഉത്ഭവഭാവത്തിലൂടെ ആദവും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന ആ മഹത്വം, അവരുടെ ആ ഗ്ലോറി നഷ്ടപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്, പക്ഷേ ആ മഹത്വം ഇല്ലാത്തവരായി മാറി. വായിച്ചോളൂ. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള, എല്ലാവരും കരമുയർത്തി ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പടിപടിയായിട്ട് ഇപ്പോൾ
ചിലവർ ചിന്തിക്കണ്ടാവും, ബ്രദറെ ഈ കുമ്പസാരമാണെന്ന് അതിനെക്കുറിച്ച് വല്ലതും പറയും ഇല്ലേ? അതിനെക്കുറിച്ച് തയ്യാറാവണ്ടേ? ഇത് തന്നെയാണ് അതിൻ്റെ തയ്യാറെടുപ്പിൻ്റെ പ്രധാന വിഷയം. നമ്മൾ സാധാരണ കുമ്പസാരത്തിന് ഓരോ പ്രമാണങ്ങൾ നോക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കുമ്പസാരത്തിന് എന്ത് നോക്കണം? കൃപയെ നോക്കണം. ഇതാ കുമ്പസാരത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവാം. ഓൾറൈറ്റ്, പോയിക്കോളൂ. എന്താണ് കുമ്പസാരം? ഇത് ഒരു കന്യാസ്ത്രീ. എന്താണ് ഈ കന്യാസ്ത്രീയിലെ പ്രശ്നം? കൃപ പകുതിയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? പാപമാണ്. കുമ്പസാരിക്കാൻ പോവുകയാണ്. ഈ പാപം കുമ്പസാരിക്കാൻ പോവുകയാണ്. ഈ പാപം പറഞ്ഞ് കുമ്പസാരിക്കണം. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ എന്താണ് നമ്മളിൽ നിന്നും പാപം അകറ്റുന്നത്? ഈ കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? കൂദാശ എന്ന് പറഞ്ഞാൽ എന്താ? അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളമാണ് കൂദാശ എന്ന് പറഞ്ഞ എല്ലാവരും. അദൃശ്യമായ ദൈവകൃപയുടെ ദൃശ്യമായ അടയാളം. ക്ഷമിക്കണം കേട്ടോ, ഇതൊക്കെ കിൻഡർ ഗാർഡൻ ടീച്ചിങ് ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ കൊച്ചു വേദപുസ്തകത്തിൽ പിള്ളേരെ പഠിപ്പിക്കണതാണ്. പക്ഷേ എങ്കിലും നമ്മൾ വലിയ ആളുകളായിരിക്കുമ്പോഴും ഇടയ്ക്ക് ആ കൊച്ചു വേദപുസ്തകം വീണ്ടും ഒന്ന് വായിക്കണം, നല്ലതാണ്. അദൃശ്യമായ ദൈവകൃപയാണ് നമ്മുടെ പാപത്തെ അകറ്റുന്നത്. അപ്പോൾ കുമ്പസാരത്തിൽ നമ്മളുടെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം എന്ത് ചിന്തിക്കണം? ആരെക്കുറിച്ച് ചിന്തിക്കണം? ഈ പാപം മാറ്റിയത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? വായിച്ചേ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി. വായിച്ചേ. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല. അത് നിങ്ങൾ നേടിയെടുത്ത. ഇതിപ്പോൾ നമ്മൾ റോമർ വായിച്ച റോമറിൽ 3:26 അല്ല, റോമർ 3:26 അങ്ങനെയാണ്. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും. ഇല്ല, നമുക്ക് 3:22 വായിച്ചോ. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന സൗജന്യം എന്ന് പറഞ്ഞിട്ടില്ല അവിടെ, ലഭിക്കുന്നതാണ്. അടുത്ത വാദിക്ക് വയ്ക്കാം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ. നിങ്ങൾ ശബ്ദമുയർത്തിയേറ്റ് പറഞ്ഞേ. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. Praise the Lord. ആ വാക്കൊന്നുകൂടി എല്ലാവരും ഒന്ന് ശബ്ദമുയർത്തി വായിച്ചേ. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഗ്രേസ് എന്ന് പറയുന്നത് തന്നെ സൗജന്യമല്ലേ? ഗ്രാറ്റിസ്. ഇതാ കുമ്പസാരം ആരംഭിക്കാൻ പോകുന്നു. ഇപ്പം എന്ത് സംഭവിക്കുന്നു? കൃപ ഒഴുകുന്നു സൗജന്യമായി. കുമ്പസാരം ആരംഭിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ കൃപ ഒഴുകണതിന് എന്ത് വേണം? നമ്മൾ പ്രവർത്തിക്കണോ വിശ്വസിക്കണോ? വിശ്വസിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുമ്പസാരത്തിന് പോകുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ കണക്കുകൾ ഒരു വശത്ത് കൂട്ടിക്കോ, പക്ഷെ മറുവശത്ത് അതിനേക്കാൾ കുമ്പസാരത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവ് ഈശോ മിശിഹ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് കൃപ നമുക്ക് സൗജന്യമായി ലഭ്യമാണ്. ആ കൃപ കൗദാശികമായി ഇതാ ഒഴുകുന്നു. ഇതാ ഒഴുകുമ്പോൾ പാപം പുറത്തേക്ക് പോകുന്നു, കൃപ ഒഴുകുന്നു. നോക്കിക്കോ എല്ലാവരും. ഇതാ കുമ്പസാരം കഴിച്ചു. ഇത് പിടിച്ചോ. ആരെങ്കിലും ഒന്ന് പിടിച്ചേ. യെസ് താങ്ക് യു.
ഇപ്പം കണ്ടോ, ഫുൾ ഓഫ് ഗ്രേസ്. എന്താണ് ഈ അവസ്ഥ? ഫുൾ ഓഫ് ഗ്രേസ്. കുമ്പസാരം കഴിഞ്ഞു. ഇതാണ് കുമ്പസാരത്തെക്കുറിച്ചുള്ള ടോക്ക്. അപ്പോൾ കുമ്പസാരം, ഇന്ന് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ പാപത്തെ നോക്കുന്നതോടൊപ്പം അതിനേക്കാൾ നല്ല കൃപയാണ്. അതിനേക്കാൾ കാര്യമായിട്ട് എന്തിനെക്കുറിച്ച് ശ്രദ്ധിക്കണം? കൃപയെക്കുറിച്ച് ശ്രദ്ധിക്കണം. അത് സൗജന്യമായിട്ട് ഒഴുകുകയാണ്, അതങ്ങ് നിറയണു. അത് നമ്മളുടെ പ്രവൃത്തി കൊണ്ടല്ല. എന്നാൽ സൗജന്യമാണെങ്കിലും ആരോ അതിന് വില കൊടുത്തിട്ടുണ്ട്. ആര് വില കൊടുത്തു? കർത്താവ് ഈശോ മിശിഹ തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് നേടിയതാണ് ആ കൃപ. അപ്പോൾ സൗജന്യം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും സൗജന്യമാണ് നമ്മളെ സംബന്ധിച്ച്. പക്ഷേ വളരെയധികം വില കൊടുത്തിട്ടാണ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയത്. അതാണ്. അപ്പോൾ ഫരിസേയനാണെങ്കിൽ അവൻ ഈ വില കൊടുത്തതിൻ്റെയോ യേശു എന്ത് ചെയ്തു എന്നുള്ളത്, അതാണ് ഫരിസേയ മനോഭാവം. നമ്മൾ ഫരിസേയ മനോഭാവത്തിൻ്റെ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു കാര്യം മാത്രമേ നമ്മൾ മനസ്സിലാക്കിയുള്ളൂ. ഫരിസേയ മനോഭാവത്തിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്, അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല, അതിന് പകരം 10 കൽപ്പനകളിൽ മാത്രം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾക്കും, ഞാനിത് നിങ്ങളെ കുറ്റം പറയല്ല, ചില ആളുകൾ ഈ 10 കൽപ്പനകളെ കണിശമായി, വളരെയധികം കണിശമായി പൊസസ് ചെയ്യുമ്പോൾ നമ്മൾ ആരാ? നമ്മളൊരു യഹൂദനെ ആവുന്നുള്ളൂ, ഇല്ലേ? നമ്മളപ്പോൾ ആരാ? ഈ 10 കൽപ്പന അതുപോലെ കണിശമായി പാലിക്കണമെന്ന് കർക്കശം എന്നുള്ളത് സുവിശേഷത്തിലൊരു വാക്കാണ്, നമ്മളങ്ങോട്ട് പോകണം. അങ്ങനത്തെ കർക്കശത ഉണ്ടെങ്കിൽ ആ ആള് ഇപ്പോഴും ക്രിസ്ത്യാനി ആയിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയണത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനാണ് കേട്ടോ, ഞാൻ കുറ്റപ്പെടുത്താനല്ല. ഞാൻ വേറൊരു ഫരിസേയനാകരുതല്ലോ. വാസ്തവത്തിൽ ഇങ്ങനെ ഒരവസ്ഥയാണ് ചില ആളുകൾക്കുള്ളത്. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ഡെവലപ്മെൻറ്റ്. ഭയങ്കര ദേഷ്യമായിരിക്കും. കാരണം നിസ്സാരമായി ഒരു തെറ്റ് ചെയ്യണ കണ്ട ഒട്ടനെ ആ പ്രമാണത്തിന് അവൻ ലംഘിച്ചു, അവനെ അടിക്കണം, അവനെ പിടിക്കണം, എത്ര രാജ്യത്തിനോട് പറഞ്ഞിട്ടാണ് ഇനി ഇതേമാതിരി ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും ഞാൻ, ഇങ്ങനെ അപ്പം വരെ പറയും. നല്ല അടി കിട്ടും. ഇനി മഠത്തിൽ എന്താ പറയാൻ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ പറയായിരിക്കും, ദേ കൊച്ചെ ഇതേമാതിരിയെ കാണിക്കുകയാണെങ്കിൽ വീട്ടിൽ പറഞ്ഞു വിടൂട്ടാ. വീട്ടിൽ പറഞ്ഞു വിടും. പിന്നെ ആ കൊച്ചിങ്ങനെ പറയാൻ തരും, അമ്മ ഇതേമാതിരിയൊക്കെ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ പോകട്ടാ. അതോടുകൂടി രണ്ടും അങ്ങടും ഇങ്ങടും വീട്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഈ കൊച്ചും മാറും. അപ്പം അമ്മ തോന്നുന്നു, ഇവളെന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയ, ഇവളെന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങിയ. അപ്പം പിന്നെ അമ്മ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞേ? മനസ്സിലായോ? ഇതാണ് ഫരിസേയത. അത് കുറ്റം പറയുന്ന ഒരവസ്ഥ. പക്ഷേ അതിനേക്കാൾ ഡേഞ്ചറസ് അവസ്ഥ, നമ്മൾ എത്രത്തോളം കൽപ്പനകളെ മുറുക്കെ പിടിക്കുന്നുവോ, ഇതാ വരുന്നു, വചനം വരുന്നു. ആ ഗലാത്യ ലേഖനത്തിലെ 3-ാണോ 4-ാണോ അവർ യേശുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. വെരി ഗുഡ്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ ഈ സിസ്റ്റർ ഭയങ്കര സൂപ്പർ ഫാസ്റ്റാണ്. ഈ സിസ്റ്ററിനെ കുറിച്ച് അറിയുമോ നിങ്ങൾക്ക്?
ഈ സിസ്റ്റർ നമ്മുടെ നാട്ടുകാരിയൊന്നുമല്ല. ഈ സിസ്റ്റർ ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. ഇറ്റലിയിൽ റോമിലും ആ ഭാഗത്തുള്ള സിസ്റ്ററാണ്. പക്ഷേ ഈ ധ്യാനം യൂട്യൂബിലൂടെ കേട്ട് അവർക്ക് വലിയ ദൈവാനുഭവമായിട്ട് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് നാട്ടിൽ ചികിത്സയ്ക്കായിട്ട് വന്നപ്പോൾ നമ്മളെ സഹായിക്കാൻ വന്നിരിക്കുന്നതാണ്. മലയാളം അങ്ങനെ അധികം പരിചയമൊന്നുമില്ല. ഇറ്റാലിയാണ് ഇതിനേക്കാളും നല്ല പരിചയം. നിങ്ങൾ ഇറ്റാലിയൻകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചോ. ഓക്കെ, അപ്പോൾ 5-ാം അധ്യായം, ഗലാത്യ 5-ാം അധ്യായത്തിൽ ഈ സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ അന്ന ജീസ് എന്നാണ്. അന്ന ജീസ്. ഓക്കെ, അപ്പോൾ സിസ്റ്റർ അന്ന ജീസ്, പ്ലീസ് റീഡ് അഗൈൻ. 5-ാം അധ്യായത്തിൽ എത്രാമത്തെ വചനം? 4. ഓക്കെ, നിയമത്തിലാണ്. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് എടുത്തു വായിച്ചുകൊണ്ട്. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മളോടല്ല കേട്ടോ, ഗലാത്യക്കാരോട് പറഞ്ഞാണ്. കൃപാവരത്തിൽ നിന്ന് അത് മനസ്സിലാക്കണം. ഈ ഗലാത്യ സഭയിലുണ്ടായ ഒരവസ്ഥ, അവര് പൗലോസിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ക്രിസ്ത്യാനികളാകുകയും അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ച് വളരെ ശക്തമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില യഹൂദ ക്രിസ്ത്യാനികൾ വന്നിട്ട് പറഞ്ഞു, ഈ പൗലോസ് പറയണതൊന്നും ശരിയല്ല. നിങ്ങൾ വെറുതെ എന്താണ് ഈ പരിച്ഛേദനം നടത്തിയില്ലെങ്കിലേ ശരിയാവില്ല. കാരണം അവരെ സംബന്ധിച്ച്, യഹൂദരെ സംബന്ധിച്ച് എല്ലാം പരിച്ഛേദനമല്ല ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ യുവന്മാരെയൊക്കെ വിളിച്ച് പരിച്ഛേദനം നടത്തി. ഏത് ക്രിസ്ത്യാനികളെ അവർ പരിച്ഛേദനവാദികൾ വന്നിട്ട് പരിച്ഛേദനം ചെയ്തു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ഞാൻ ഈ പറഞ്ഞ സുവിശേഷത്തിന്, അത് മലങ്കരയിലത്തെ ആ ലേഖനം വായിക്കണതിന് മുമ്പ് പാടുന്നതാണ്, ഞാൻ പറഞ്ഞ ഈ സുവിശേഷത്തിനെതിരായിട്ട് ഒരു ദൈവദൂതൻ തന്നെ വന്ന് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കരുത്, അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തന്നെയോ എന്ന് പറഞ്ഞാലും നിങ്ങളത് സ്വീകരിക്കരുത്. കാരണം അതാണ് യഥാർത്ഥ സുവിശേഷം. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിച്ച നിങ്ങൾ, അതാണ് those who began in spirit gone to flesh എന്ന് പറയണത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ച നിങ്ങൾ വീണ്ടും ജഡത്തിലേക്ക് പോയി എന്ന് പറയണത് നമ്മുടെ ലൈംഗികതയിലേക്ക് പോയി എന്നുള്ളതല്ല അർത്ഥം. ജഡത്തിലേക്ക് പോയി എന്നുള്ളത് ജഡത്തിൻ്റെ എന്താ പറയുക, പരിച്ഛേദനത്തിലേക്ക് പോയി എന്നുള്ളതാണ് അർത്ഥം. അപ്പം അങ്ങനെ അവർ പരിച്ഛേദനത്തിലേക്ക് പോവുകയും നിയമത്തെ മുറുക്കെ പിടിക്കുകയും ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇനി ഒന്ന് വായിച്ചേ. നിയമത്തിലാണ് നിങ്ങൾ നീതീകരിക്കപ്പെടുന്നത് എന്ന് കരുതുന്നെങ്കിൽ ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. കൃപാവരത്തിൽ നിന്ന് നിങ്ങൾ വീണു പോവുകയും ചെയ്യുന്നു. ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിലൂടെ, എല്ലാവരും ഉച്ചത്തിലൊന്ന് വിളിച്ചു പറഞ്ഞത്, ഞങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിൽ വിശ്വാസം വഴി നീതി ലഭിക്കുമെന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഇപ്പൊ ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. സ്നേഹത്തിലൂടെ യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം, ക്രിസ്റ്റോസെൻട്രിക് ലൈഫ്. ഇതാണ് കാർമലൈറ്റ് സ്പിരിച്വാലിറ്റി. ഇതാണ് യോഹന്നാൻ ക്രൂസിൻ്റെ മുഴുവൻ സിദ്ധാന്തം.
ക്രൈസ്റ്റ് ഈസ് ദ വേർഡ്, ക്രൈസ്റ്റ് ഈസ് എവ്രിതിങ്. ക്രിസ്തുവാണ് എല്ലാം. നമ്മളെ ദൈവവിളി എന്ന് പറഞ്ഞത് മോശ വിളിച്ചിട്ടാണോ നിങ്ങൾ വന്നത്? അതേ ക്രിസ്തു വിളിച്ചിട്ടാണോ വന്നേ? വന്നിട്ട് പിന്നെ മോശയുടെ നിയമം പറഞ്ഞുകൊണ്ടിരിക്കണം എന്തിനാ? ക്രിസ്തുവിൻ്റെ നിയമം പറയും. എന്താ ക്രിസ്തുവിൻ്റെ നിയമം? ഒറ്റ നിയമമുള്ളൂ. ആ സ്നേഹജ്വാലയാണ് യോഹന്നാൻ ക്രൂസും അമ്മ ത്രേസ്യയും മദർ ത്രേസ്യയും കൊച്ചു ത്രേസ്യയും എല്ലാ ത്രേസ്യമാരും കൊണ്ടുവരുന്നത്. ഒറ്റ നിയമം. എന്ത് നിയമം? സ്നേഹം. അങ്ങനെ ഒരു മാതൃസ്നേഹം അമ്മമാരിൽ നിന്നും, ഒരു പിതൃസ്നേഹം അച്ഛന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ദൈവനീതി. വാത്സല്യമാണ് പിതൃസ്നേഹം എന്ന് പറയുന്നത്. വാത്സല്യം, അപ്പൻ്റെ വാത്സല്യം, അമ്മയുടെ ആ ലാളിത്യം, ഇത് രണ്ടും ഒപ്പം നമ്മളിൽ പ്രതിഫലിക്കും. എങ്ങനെയാണെങ്കിൽ ഈ നിയമത്തിൽ നിന്ന് വിട്ട് കരുണയും ദൈവനീതിയിലേക്ക് നമ്മൾ പറയുമ്പോൾ. ഇത് വിഷമിക്കൊന്നും വേണ്ട, ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയുന്നത്? നമ്മൾ ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിൽ ആണ്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ ആരിലാണ്? ക്രിസ്തുവിൽ ആകുന്നു. അത് നമ്മളൊന്ന് റീഡിസ്കവർ ചെയ്താൽ മതി. അതിനെ ഒന്ന് വീണ്ടും ജ്വലിപ്പിച്ചാൽ മാത്രം മതി. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നൊന്ന് സ്തുതിച്ച്, ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടി ഒന്ന് സ്വതന്ത്രമായൊന്ന് സ്തുതിച്ച്, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും ഒന്ന് സ്തുതിച്ച്, എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനകത്തേക്ക് പോകണം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ മന്ത്രം, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവേ ഒന്ന് ഉച്ചത്തിൽ സ്തുതിക്കേ. പാട്ട് പാടാം. ശല ഹലബല ഹലബല ശലബല ഹലബല. ആത്മാവാണൻ സഹായകൻ പാടിയാലോ? ആത്മാവാണൻ സഹായകൻ പാടാം. നിങ്ങൾ സ്തുതിച്ചോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. വെളിപാട് വരങ്ങൾ നൽകണമേ. വെളിപാട് വരം നൽകണമേ. ദൈവിക രഹസ്യങ്ങൾ തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ തുറക്കണമേ. ദൈവനീതിയെക്കുറിച്ച് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ദൈവനീതിയെക്കുറിച്ച് ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മളിപ്പോൾ പാടാൻ പോകുന്ന പാട്ടിൻ്റെ അർത്ഥം അറിയാലോ? ആത്മാവാണൻ സഹായികൻ.